നീ ചുമ്മാ അറിയണ്ട. ഈ മരപ്പട്ടി ശല്യത്തിന് ഒരു കുഴൽ വാങ്ങിക്കാൻ എത്ര നാളായിട്ട് ഞാൻ പറഞ്ഞ കുടിച്ചാ? നീ എന്നാ അങ്ങനെ കിടന്ന് ഉരുണ്ട് കളിക്കുന്നേ? പറയണേ. എനിക്ക് കെട്ടണം കുട്ടിച്ചോ. എന്നാ കെട്ടിക്കോ. ഇതല്ല, ആ പെണ്ണ് കെട്ടണമെന്ന്. ആന ഇപ്പം അങ്ങനെ ഒരു തോന്നലേ? കൊറേ ആലോചിച്ചു. എന്നാലും വീട്ടിലൊരാൾ വേണമെന്ന്. എടാ മാനെ, നിനക്ക് നല്ല എത്ര കല്യാണക്കാരെ ഞാൻ കൊണ്ടുവന്നാ. നീ അന്നേരം അതും ഇതും എല്ലാം പറഞ്ഞാൽ മാറ്റിവിട്ടില്ലേ? എടാ ഒരു 6 മാസം മുമ്പ് കോതോങ്കലത്ത് നിന്ന് നിനക്കൊരു മിടുക്കി പെണ്ണിൻ്റെ ആലോചനയെ കൊണ്ടുവന്നാ. അപ്പം നീ എന്നാ പറഞ്ഞു? ചാച്ചനെ അമ്മച്ചിനെ നോക്കാൻ ഞാനുണ്ട്, പുറത്തുനിന്ന് ഒരാളെ എടുക്കുന്നില്ല എന്ന്. അതപ്പോഴല്ലേ. ഇപ്പോഴെന്തെങ്കിലും നല്ല കസ്റ്റഡിയുണ്ടെങ്കിൽ പറ, പെട്ടെന്ന് ഇറങ്ങണം. അതിനാ പെങ്കൊച്ചിനെ കെട്ടിച്ചു വിട്ടില്ലേ? ഇനി ആ ഓരോ പെങ്കൊച്ചിനെ അവിടെ കിട്ടും. പിന്നൊരു കാര്യം, എനിക്ക് ഒരുപാട് കണ്ടോടക്കാനൊന്നും പറയത്തില്ല. മതിടാ, എന്നാലും നമ്മുടെ കുടുംബത്തിന് ചേരുന്ന ഒരെണ്ണം വേണ്ടേ? എന്തായാലും നീ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത് നല്ല കാര്യമായിപ്പോയി. എന്നാണേലും എല്ലാവരും പറഞ്ഞ പരാതി അങ്ങ് മാറട്ടെ. വള്ളേന്തേടി അതിന് അവൻ സമ്മതിക്കണ്ടേ കുട്ടിയച്ച? അവൻ സമ്മതിച്ചമ്മച്ചി. ഞാൻ ആ കാര്യം അച്ഛനോട് പറയുകയും ചെയ്തു. അപ്പൊ അച്ഛനൊരു ആലോചന ഇങ്ങോട്ട് വെച്ചു. അച്ഛന്റെ പെങ്ങടെ മോളാ, അംഗവാലിക്കാരാ, നല്ല മിടുക്കത്തി പെങ്ങോച്ച. പറഞ്ഞു കൊടുക്കച്ചു. അവരൊക്കെ ബാംഗ്ലൂരിലായിരുന്നേ. കഴിഞ്ഞ 2 വർഷമായിട്ട് അങ്കമാലിൽ താമസിക്കുന്നത്. ഈ മോളുടെ പപ്പ, അതായത് അളിയൻ, കൊച്ചിന് ഗർഭത്തിലെ മരിച്ചു പോയതാ. അമ്മയ്ക്കാണെങ്കിൽ ഒരു സ്ട്രോക്ക് വന്ന് തളർന്നെടുക്കുക. ഈ മോളെ കാര്യങ്ങളൊക്കെ നോക്കുന്നതും ചെയ്യുന്നതല്ല. ഈ ആങ്ങളെ കൊച്ചു എന്നായി വെച്ചാ? അവനും ഭാര്യയും ഗൾഫിലാ, നേഴ്സുമാരാ. ഇപ്പോൾ ഒരു നാട്ടിലുണ്ട്. അതിന്റെ ഭാഗമായ തകൃതിയായ കല്യാണാലോചനകളൊക്കെ നടന്നുകൊണ്ടിരിക്കുക. കൊച്ചിന്റെ പേരെന്നാച്ചാ? റിൻസിന്നാ. നമ്മുടെ സ്ലീവാച്ചിന് ചേരും. ആണ് കുട്ടിയച്ച. ഇനി വെച്ച് താമസിപ്പിക്കണ്ട, അവനെയും കൂട്ടി ഒന്ന് പോയി കാണ്. റിച്ചാർഡേ, കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടുവന്നിട്ട് ആപ്പ് ഇപ്പൊ കേസിലത്. ചുമ്മാ ഒന്ന് അന്വേഷിക്കാതി പയ്യന്റെ വീട്ടിലെ സെറ്റപ്പ്. പിന്നെ ഒറ്റ മോനാ. അല്ലാതെ അവരൊന്നും രക്ഷപ്പെടുമോ നോക്കട്ടെ. ബാക്കിയുള്ള ഞാൻ സംസാരിച്ചില്ല കേട്ടാ. അതെന്താന്ന് വെച്ചാൽ കണ്ടറിഞ്ഞിട്ട് റെൻസ് മുകളിൽ കൊടുക്കാനുള്ള എന്താ വെച്ചാൽ കൊടുക്കും. അത് കൊടുത്ത് ടെൻഷൻ വേണ്ട. നമ്മുടെ കാര്യോ നിക്ക്. പോയിട്ട് വരാം. ശരി, വിട്ടാലോ? പോവാം. പിടിച്ചു. അപ്പൊ കാണാം. അപ്പനെ വിളിച്ചോളട്ടെന്നാ. ഓക്കെ. ശരി. ഹലോ, റിച്ചാർഡല്ലേ? അതെ. ഞാൻ കുട്ടിച്ചനാണ്. ആ, നമ്മുടെ എൽദോസ് അച്ഛൻ പറഞ്ഞ പെണ്ണ് കാണാൻ വരുന്നവരാ. ഞങ്ങളിപ്പോ ഇത് അങ്കവാലിയല്ലടാ. ഞങ്ങളിപ്പോ അങ്കവാലി എത്തി. ഇനിയിപ്പോ അങ്ങോട്ട് വരേണ്ട വഴിയൊന്ന് കൃത്യം ഒന്ന് പറഞ്ഞുതരാമോ? അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റൽ കഴിഞ്ഞിട്ടേ വലത്തേക്ക് ബി റോഡ് റോട്ടിൽ കയറിട്ടൊന്ന് വിളിച്ചാൽ മതി. ആയിക്കോട്ടെ. ശരി. ആരാ വിളിച്ചേ? എൽദോസച്ചൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഒരു പൈൻ്റെ കാര്യം. ആ പൈനും കൂട്ടും വന്നിട്ടുണ്ട്. LF എത്തി. അവരോട് വരാൻ പറ, അവരൊന്ന് കണ്ടിട്ട് പോട്ടെ. എന്നിട്ടോ? എന്നിട്ടെന്താ, 2 ദിവസം കഴിയുമ്പോൾ പെണ്ണിനെ ഇഷ്ടപ്പെട്ടില്ല എന്നങ്ങ് വിളിച്ചു പറഞ്ഞാ പോരെ? പരിപാടി കഴിഞ്ഞോണ്ട് ഇറങ്ങിയ കേട്ടോ. കൊച്ചല്ലേ റിച്ചാർഡ്? കുട്ടിച്ചൻ. അതെ. പയ്യൻ ഇത് തന്നെ. വായോ. അതെ, അച്ചാച്ചൻ പറഞ്ഞ പയ്യൻ വന്നിട്ടുണ്ട്. ഒന്ന് താത്തേക്ക് വന്നേ. നീ തന്നെ അവിടെ കാണിച്ചു കൊടുത്തിട്ട് വിടറാ. ഇതെല്ലാവരും കൂടി വന്നിട്ട് എന്ത് ചെയ്യാനാന്ന്? ഹൈ, വന്ന് 2 ഒക്കെ സംസാരിക്കും. ഒരു അപ്പം കൂടെ ഉണ്ട്. ഒന്ന് വന്നെണ്ട്. ഞാൻ കുട്ടിച്ചൻ. എൽദോസ് അച്ഛൻ്റെ പള്ളിയിലെ കണക്കും കാര്യങ്ങളൊക്കെ നോക്കുന്നത് ഞാനാ. ഇത് സ്ലീവാച്ചൻ. എന്തായിരുന്നു കൃഷിയാ. കൃഷി എന്ന് പറയുമ്പോ? കൃഷി എന്ന് പറയുമ്പോൾ എല്ലാ കൂട്ടം ഉണ്ടെന്നേ. റബ്ബറാ മെയിൻ. പിന്നെ ഇവൻ്റെ കൊടിക്കൃഷി, തെങ്ങ്, കവുങ്ങ്, കൊക്കോ, എല്ലാ ആദായങ്ങളും എല്ലാം കൂടെ കൂട്ടി ഒരു 65 ഏക്കർ ഇവൻ്റെ പേർക്കുള്ള. പിന്നെ നമ്മുടെ കല്ലാര ടൗണിൽ ഒരു 3 നില കെട്ടിടമുണ്ട്. അത് വാടകയ്ക്ക് കൊടുത്തേക്കാ. ശരിക്കും ആ വാടക മതി. നീ ആണോ കുത്തുന്നേ? ഉള്ളതല്ലേ പറഞ്ഞ്. പിന്നെ ഇവൻ്റെ മൂത്തങ്ങൾ 4 പെണ്ണുങ്ങളാ. അവരെ അപ്പാപ്പൻ നല്ല അന്തസ്സായിട്ട് കെട്ടിച്ചു വിട്ടു. ഇപ്പം ഇവനും അമ്മച്ചി മാത്രമേ ഉള്ളൂ വീട്ടിൽ. അമ്മച്ചിയുടെ കാര്യം പറഞ്ഞപ്പോഴാ ഇവിടെ താമസിക്കാനായിട്ട് മേലാണ്ടിരിക്കുമെന്ന് അച്ഛൻ പറഞ്ഞായിരുന്നു. പറഞ്ഞായിരുന്നു. ഒന്ന് കാണാൻ പറ്റൂ? പിന്നെന്താ, കാണാലോ. ഇവര് നമസ്കാരം. ഇപ്പൊ എങ്ങനെയുണ്ട്? മരുന്നൊക്കെ ഒരുപാടുണ്ടോ അമ്മച്ചി? കുറവുണ്ട്. മെഡിക്കൽ സെന്ററിലെ മാത്യു ഫിലിപ്സാണ് ട്രീറ്റ്മെന്റാ. കുഴപ്പമില്ല, ഫിസിയോതെറാപ്പിക്ക് ഉള്ളതാ. ഇപ്പൊ ഇമ്പ്രൂവ്മെന്റ് ഉണ്ട് അല്ലേ? ഇതെന്നാ ഈ മുറി ഇങ്ങനെ അടച്ചുപൂട്ടിയിട്ടേക്കണേ? ഈ മേലാത്തവർ കിടക്കണ മുറി ഉണ്ടല്ലോ,
എപ്പോഴും നല്ല വായുസഞ്ചാരം ഉണ്ടാവണം. ഈ ജനലൊക്കെ അങ്ങ് തുറന്നിടുമ്പോ തന്നെ നല്ല വ്യത്യാസം വരുന്നേ. നോക്കിയേ, അല്ലേ അമ്മച്ചി? മോനെ ഏതാ എനിക്ക് മനസ്സിലായില്ലല്ലോ. ഞാൻ സ്ലീവാ. അമ്മച്ചിയുടെ മോളെ പെണ്ണാണാൻ വന്നതാ ഹൈ റേഞ്ചിൽ നിന്ന്. ഇപ്പൊ എന്നാ അമ്മച്ചി മേലാത്തെ? കരുവാളിച്ചിട്ടുണ്ടല്ലോ കാല്. ആ അമ്മച്ചി ഇപ്പൊ അറിയണ്ടോ? ഇല്ല. ആ രക്തോട്ടം ഇല്ലാത്തതിന്റെ. നമ്മുടെ ഈ തൊട്ടാവാടി ഇല്ല അമ്മച്ചി, തൊട്ടാവാടിയും ദേവതാരവും കരിങ്കുരിയും ഇച്ചിരി ചുക്കും കൂടി ഇട്ട് തിളപ്പിച്ച് വെള്ളം കുടിച്ചാൽ മതി. രക്തം നല്ല സൂപ്പറായിട്ട് ഓടും. അത് നമ്മുടെ അവിടെ കിട്ടുന്ന പോലെ ഇവിടെ കിട്ടിയല്ല. ആണോ? നമ്മളവിടെ പറമ്പ് ഒത്തുക. ഞാൻ വേണേ അല്ലെങ്കിൽ കുറച്ച്, അല്ലെങ്കിൽ വേണ്ട അമ്മച്ചി അങ്ങോട്ട് വന്നേ. എന്നാ സുഖമാണെന്നറിയോ? നല്ല ശുദ്ധ വായുവും വെളിച്ചവും. അവിടെ വരുമ്പോ തന്നെ അമ്മച്ചിയുടെ പകുതി അസുഖം മാറുന്നേ. എൽദോച്ച മോന്റെ കാര്യം പറഞ്ഞായിരുന്നു. എന്താ പിന്നെ അമ്മച്ചി കിടന്നു, ഞങ്ങൾ ഇറങ്ങിക്കുക. 20 രൂപ അമ്മച്ചി അങ്ങോട്ട് കൊണ്ടുപോയേ. അയ്യോ ഇറങ്ങല്ലേ, ഞാൻ എന്തെങ്കിലും കുടിക്കാൻ. ആന്റിയെ ദേ ചായ കാപ്പിയൊന്നും എടുക്കല്ലേ, ഞങ്ങൾ വഴിയിൽ നിന്ന് കുടിച്ചേച്ചാ വന്നേ. ഏയ്, ഒരു ഗ്ലാസ് വെള്ളമെല്ലാം കുടിച്ചിട്ട് വന്നേ. ഒന്നുമില്ലെങ്കിലും പെണ്ണ് കാണാൻ വന്നല്ലേ, അതല്ലേ എനിക്ക് മര്യാദ. എടാ നിൽക്കുന്നതാ നമുക്ക് എന്തായാലും മാറ്റിയെടുത്ത് സംസാരിക്കണേ സംസാരിച്ചോ. ഓ എനിക്ക് അങ്ങനെ മാറ്റി നിർത്തി പറയാനൊന്നുമില്ല. ഇതുപോലൊരു അമ്മച്ചി എന്റെ വീട്ടിലുണ്ട്. ആ അമ്മച്ചിയെ പൊന്നുപോലെ നോക്കിയേച്ചാ മതി. ഇതാ ശ്രീവാച്ചൻ്റെ അഭിപ്രായം. അപ്പം നിങ്ങൾ സ്വന്തക്കാരും ബന്ധക്കാരും ഒരു തീരുമാനമാക്കിയിട്ട് അച്ഛനെ വിളിച്ച് പറഞ്ഞേച്ചാൽ മതി. ശരി എന്നാ. നീ ആദ്യം ചോദിക്കണേ. എന്നാടി എന്നാ എന്നാ അമ്മച്ചി? ചാച്ചാ പെണ്ണ് എങ്ങനെയുണ്ട് ചാച്ചാ? ഇഷ്ടപ്പെട്ടോ? ആ ഇഷ്ടപ്പെട്ടു. കാണാൻ എങ്ങനെയുണ്ട്? കാണാൻ നമ്മുടെ ഇവിടെ ആരെപ്പോലെ ഇരിക്കും? മുടിയുണ്ടോടാ? മുടി മുടി കാണും. പൊക്കമുണ്ടോ? പൊക്കം ഞാൻ അങ്ങനെ നോക്കില്ലെന്നേ. അപ്പൊ നീ ഇതൊന്നും നോക്കിയില്ലേ? പിന്നെ നീ എന്നാ കാണാൻ പോയതാ? അമ്മച്ചി ആ ഫോൺ എടുത്താ കുട്ടിയച്ഛനൊന്ന് വിളിച്ചേ, അപ്പൊ അറിയാനുള്ള കാര്യം. അമ്മയൊന്നും ഉണ്ടായിരുന്നേ. ചാച്ച പറയട്ടെ, പറയാച്ചാ. ദേ അമ്മച്ചി, ഇവന് പെണ്ണ് കണ്ട് പരിചയമില്ലാത്താണ്. ഇവന്റെ ഇഷ്ടം മാത്രം നോക്കരുത്. നമ്മൾ എല്ലാവരും കൂടെ പോയി പെണ്ണ് കണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം തീരുമാനിച്ചാൽ മതി. അതല്ലേ അനജി, എന്റെ ഇഷ്ടത്തിനോട് ഒരു വിലയില്ലേ? അതുകൊള്ളാലോ. നീ ഒന്നും മിണ്ടാതിരി, അവൻ ഇഷ്ടപ്പെട്ടോന്ന് അറിഞ്ഞാൽ മാത്രം മതി.